ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ്. പത്തനാമല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് നിർമ്മാല്യം കൊണ്ട് തൊഴുതിട്ട് പോയ ആളല്ലേ, ഇത് സംഭവിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനായിട്ടുള്ളത് ചെയ്യും. ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന CCTV പരിശോധിക്കും, നടത്തുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും പറയാനില്ല. പോലീസിൽ നമ്മൾ പരാതി ആയിട്ട് കൊടുത്തുള്ളൂ. അനിയ, ഇതെല്ലാം അതിൻ്റെതായ വഴികളിൽ നടക്കുന്നു. ഇവരെല്ലാം ഞങ്ങളെക്കാട്ടിലും ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ്. ദേവസ്വം കമ്മീഷണർ ജില്ലാ ജഡ്ജിയും ലോ സെക്രട്ടറി ആയിരുന്ന ആളാണ്. സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ജില്ലാ ജഡ്ജി ഉള്ള ആളാണ്. പിന്നെ അവരുടെയൊക്കെ സാന്നിധ്യത്തിലല്ലേ ഞങ്ങൾ കാര്യങ്ങൾ. വലിയ താമസമായി സയന്റിഫിക് അസിസ്റ്റന്റ് അങ്ങനെയുള്ള അത് ആ ടീമിനെ ട്രിവാൻഡ്രത്തുനിന്ന് വിടാമെന്ന് DGP സമ്മതിച്ചിരിക്കുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് വരണ്ടേ? ഇവിടെ അതിനുള്ള എക്സ്പെർട്സ് ഇല്ല. നിങ്ങൾ നീ ചോദിച്ച് നമ്മളെ വേദനിപ്പിക്കണ്ട. ശബരിമലയിൽ പുനഃപ്രതിഷ്ഠിച്ച സ്വർണ്ണ കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറയിൽ മെർക്കുറി ഒഴിച്ചു. സ്വർണം ഇളകിയതിന്റെ ദൃശ്യങ്ങളാണ്, ദ്രവിച്ചു പോയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം